Hi guys, I'm Vichu. Welcome back to my channel guys. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡോക്ടർ റോബിൻ ആരതിപ്പൊടി എൻഗേജ്മെന്റ് ഡ്രസ് റിയാക്ഷൻ വീഡിയോസ് റിയ സലീം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഒരു സൈഡിൽ നിന്നതാണ്. പക്ഷെ അവർ നിർത്താൻ ഉദ്ദേശമില്ല. ഇനിയും ഡ്രസ്സിൽ പിടിച്ചുകൊണ്ടാണ് പിന്നെയും അടുത്തത് വന്നിരിക്കുന്നത്. ഇതിൽ തീർച്ചയായിട്ടും വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ഈവൻ ഞാൻ ഉൾപ്പെടെ ഇപ്പം വന്ന് അടുത്ത കമന്റ് നീയും അങ്ങനെ വന്നല്ലോ. അതെ, ഞാനെന്താ എത്തി, ആരെങ്കിലും എത്തിയെന്ന് കണ്ടാൽ അപ്പം നമ്മൾ എത്തണം. കാരണം എന്താണ്, ഡോളേഴ്സ്. റിയാക്ഷൻ വീഡിയോ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഡോളേഴ്സിന് വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് അമേരിക്കക്കാർ തരുന്ന ഡോളേഴ്സിന് വേണ്ടിയിട്ടാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യാറുള്ളത് ചില ആൾക്കാർ, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. അതുമല്ലാതെ ക്രിയേറ്റീവായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള കഴിവുകൾ 4 പേരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുമൂലം അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരെ ക്ഷണിക്കുന്നു. ഈവൻ സിനിമ അല്ലെങ്കിൽ ഈ പറയുന്ന ഷോർട്ട് ഫിലിം തുടങ്ങിയ സംരംഭത്തിലേക്ക് അവരെ ക്ഷണിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതിനകത്ത് ട്രോൾ ഉണ്ടാക്കുന്നവരുണ്ട്, ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നവരുണ്ട്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുണ്ട്, വ്ളോഗ് ചെയ്യുന്നവരുണ്ട്, ഡ്രൈവിംഗ് ഇടുന്നവരുണ്ട്. അങ്ങനെ പല ആൾക്കാരുണ്ട് ഈ യൂട്യൂബിനെ യൂസ് ചെയ്യാനും അതിൽ നിന്നും പൈസ ഏൺ ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിൽ ട്രോൾ ഉണ്ടാക്കിയ ഒരു പാർട്ടി, അതായത് ആം സൂപ്പർ ഹീറോ എന്ന് പറയുന്ന ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിനകത്തൂടെ വളർന്നു വന്ന അല്ലെങ്കിൽ വീഡിയോസ് ചെയ്തു വന്ന ഡോക്ടർ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കൂട്ടുകാരും കൂടെ ചേർന്നിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കറണ്ട് അഫയേഴ്സിനെ എടുത്തു വെച്ചാണ് അവർ നിലവിൽ കുറച്ച് വീഡിയോസ് ഇപ്പോൾ ചെയ്യാറുള്ളത്. അതായത് നിലവിൽ നടക്കുന്ന കാര്യങ്ങൾ എടുത്തു ചെയ്യാറുണ്ട്. ഇപ്പം ശ്രീജിത്ത് വെട്ടിയാർ എന്ന് പറയുന്ന വ്യക്തിയുടെ വീഡിയോസിൽ നോക്കി കറണ്ട് അഫയേഴ്സ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവൻ എൻ്റെ റിയാക്ഷൻ വീഡിയോ റീൽസ് എടുത്ത് നോക്കിയാൽ ഞാനും കറണ്ട് അഫയേഴ്സിലുള്ള വീഡിയോസ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാറുള്ള വ്യക്തി. അങ്ങനെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചെയ്ത ഒരു വ്യക്തിയുടെ ഒരാളെ കുറിച്ച് മാത്രം തൊട്ട് അണ്ണാവെ പറ്റി പറഞ്ഞ അടിച്ച് അണ്ണാക്കി ഇടുവന്നു ഇല്ലേ, അമ്മാതിരി പറയുന്ന കുറേ ആൾക്കാർ ഒരു കൂട്ടം ആളുടെ പുറകെ ഉള്ളത് കൊണ്ടും ഇത് കത്തിപ്പോയി. അപ്പോൾ ഇതിനെതിരെ പല റിയാക്ഷൻ വീഡിയോസ് വന്നു. അതായത് ആ ഒരു പർട്ടിക്കുലർ പോർഷൻ, ആ ഒരു ഭാഗം മാത്രം ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അത് എന്തിനു വന്നു, അത് എന്തിനു ചെയ്തു? ഒരു ക്രിയേറ്റീവ് പേഴ്സൺ ഒരു ക്രിയേറ്റീവ് തിങ്സിനെ എന്തിന് നിങ്ങളെടുത്ത് നെഗറ്റീവായിട്ട് പറയുന്നു അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത്? ആദ്യമേ നമുക്ക് ആ വീഡിയോ എന്താണെന്നൊന്ന് കണ്ടു നോക്കാം ഗൈസ്. ദൈവത്തോട് നീണ്ടല്ലടാ ആ പെണ്ണെങ്കിലും രക്ഷപ്പെട്ടു പോകാം. ഓക്കെ, അത് ഈ ഡോക്ടർ റോബിന്റെ എൻഗേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ട്രോൾ ക്രിയേറ്റ് ചെയ്ത് അവർ അവരുടേതായ ക്രിയേറ്റിവിറ്റി എന്ന രീതിയിൽ ട്രോൾ ക്രിയേറ്റ്. അപ്പോൾ ട്രോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് എന്താ നിലവിൽ വേണ്ടതെന്ന് വെച്ചാൽ കോമഡി വേണം. അതായത് സംസാരത്തിലൂടെയോ അല്ലെങ്കിൽ അഭിനയത്തിലൂടെയോ അല്ലെങ്കിൽ ആംഗ്യ ഭാഷകൾ കാണിക്കുന്നതിലൂടെയോ കോമഡി വർക്കൗട്ട് ചെയ്യണം. എന്നാൽ മാത്രം അത് ട്രോളായിട്ട് അംഗീകരിക്കാൻ പറ്റൂ. അല്ലാതെ അവർ പറയുന്ന അതേ കാര്യം എടുത്താണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതെന്താണ് റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നത്. അതിൻ്റെ ശകലങ്ങൾ എടുത്തു വെച്ച് ചെകഞ്ഞ് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റിയാക്ഷൻ വീഡിയോ. അതിനകത്ത് ബോഡി ഷെയ്മിങ്ങോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഫഷനെ നമ്മൾ തെറ്റായിട്ട് ചിത്രീകരിച്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെതിരെ സംസാരിക്കാം. ഈവൻ ട്രോളാണ് ചെയ്യുന്നതെങ്കിൽ എന്തിന്, നമുക്കതിനെ ചിരിക്കാം. ഇത് എൻഗേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ റോബിൻ ഈ പറയുന്ന എൻഗേജ്മെന്റിന്റെ ആ ഒരു സ്റ്റേജിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ച് ട്രോളായിട്ട് കുറെ പേര് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും മോശം ആർക്കും ഒരു കുഴപ്പമില്ല. ഇത്രയും പറഞ്ഞത് ആർക്കും യാതൊരു കുഴപ്പമില്ല. ഇതിന് ശേഷമാണ് ആരതി പൊടിയുടെ ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗം വരുന്നത്. ഓക്കെ, നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഡ്രസ് എത്ര രൂപ? 10 ലക്ഷം. അതിന് വേണ്ടി ഇത് എന്തായിരിക്കുന്നു? അയ്യോടാ, ഇടിയിരിക്കുന്ന കല്ലൊക്കെ ഞാൻ ഉള്ള തോട്ടിലും പറമ്പിലൊക്കെ പോയി പറക്കിയെടുത്തോന്ന് വെച്ചതാ. 4 ദിവസം ഉറങ്ങാതെ തുന്നി തച്ചെടുത്ത സാധനമാണ്. പിന്നെ ഇതിലൊരു ബട്ടർഫ്ലൈ ഉണ്ട്. അത് ഒറിജിനൽ ബട്ടർഫ്ലൈ അടിച്ചെന്ന് വെച്ചിരിക്കുന്നതാ. അത്രയും പൈസ ആവില്ലേ? എന്നേടാ. ഓക്കെ, അപ്പൊ നമ്മളെ റൂബിൻ സാറിന്റെ കോസ്റ്റ്യൂം വെളിയിടണ്ട കേട്ടോ. അത് റെന്റിനെടുത്തതാ. 250 രൂപയുള്ളൂ. റൂബിനെണ്ണ സൂപ്പർ എൻഗേജ്മെന്റ്. എനിക്ക് ഇവിടെ പോകാനേ തോന്നില്ല. പക്ഷെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചോണ്ടിരിക്കുന്ന അരി പഠിക്കാൻ വേണ്ടി. എന്താണ് പറഞ്ഞോ? എന്റെ പൊടിയെല്ലാം പറഞ്ഞോണ്ടല്ല, യാവനാണ് അടിച്ച് മൂക്കാവോടെ കിടക്കും. സോറി അണ്ണ, പൊടി ഉയരി, ബാക്കിയെല്ലാം തൈരി. ഓക്കെ, അവസാനം വന്നിട്ട് പൊടി ഉയരും ബാക്കിയതെല്ലാം തൈരെന്ന് പറഞ്ഞിട്ട് അരി മേടിക്കാൻ പോകുന്നതിന്റെ മൂക്കിട. അപ്പോൾ അരി മേടിക്കാൻ ഉദ്ദേശിക്കുന്ന നിലവിൽ ഇവർ ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റിനെയാണ്. ഒബ്വിയസ്ലി നമ്മളൊരു ട്രോൾ ചെയ്യുമ്പോഴത്തേക്കിന് അവരുടെ വ്യൂവേഴ്സിലും കൂടെ നമ്മളുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിൽ എത്തുന്നു, അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്നുള്ളത് അവരുടെ വ്യൂവേഴ്സിലും കൂടെ എത്തിക്കുക. പബ്ലിസിറ്റിയാണ്. തീർച്ചയായിട്ടും ആ പബ്ലിസിറ്റി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ അരിയണ്ണൻ എന്ന് പറയുന്ന സീക്രട്ട് ഏജന്റ് അതിനകത്ത് ഒരു ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ഒരു
ഒരു 4 പേരിൽ നിന്ന് ട്രോൾ ചെയ്യുമ്പോഴത്തേന് അതിൽ 8 പേരിലേക്കും പിന്നെ 2 പേര് ചെയ്യുവാണെങ്കിൽ 16 പേരിലേക്കും ആ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ഒരു സംഭവം തന്നെ ഈ പരിപാടി. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന ഇതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കണ്ടു. ഞാൻ ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം എടുത്തു വെച്ച് ആരതിപ്പൊടി എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് അവരുടെ ജോലി അവർ കൃത്യമായിട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ആ കുട്ടിയെ ഇതിന്റെ കാര്യങ്ങളിലേക്കൊന്നും വലിച്ചഴക്കേണ്ട കാര്യമില്ല. ക്രിയേറ്റീവായിട്ടുള്ളൊരു സാധനത്തെയാണ് ഇത്ര ലക്ഷങ്ങൾ ചെയ്തു അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്നു. അത് നിങ്ങൾ എടുത്തുകൊണ്ട് ഇങ്ങനെ ട്രോളേണ്ട കാര്യമുണ്ടോ? ആ കുട്ടി സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കുട്ടിയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആരൊക്കെയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആരൊക്കെയാണ് ക്രിയേറ്റീവായിട്ട് അല്ലാത്ത ആൾക്കാരെ ട്രോളുന്നവർ? ഈവൻ സീരിയൽ ട്രോളുന്നില്ല, അതിനകത്തൊരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിൽ അല്ലെങ്കിൽ ഒരാളുടെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ലേ ഈ പറയുന്ന സീരിയൽ. പോട്ടെ, ഈ പറയുന്ന സിനിമ എടുത്തു വെച്ച് ട്രോളുന്നില്ലേ? ഷോർട്ട് ഫിലിം എടുത്ത് ട്രോളുന്നില്ലേ? ഡോക്യുമെന്ററി എടുത്ത് വെച്ച് ട്രോളുന്നില്ലേ? അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കോണ്ടന്റ് എടുത്ത് വെച്ച് ട്രോളുന്നില്ലേ? അപ്പൊ ഇതിനകത്ത് സ്വന്തമായിട്ട് നിലനിൽപ്പ് ഒന്നും കണ്ടിട്ടില്ല. പോട്ടെ, ഇനി വ്യക്തിഗതയിലോട്ട് വരാം. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എടുത്ത് വെച്ച് ട്രോളാറില്ലേ? പല ആംഗ്യത്തിൽ, പല ഭാവത്തിൽ, പല രീതിയിൽ പലരും ചെയ്യാറുണ്ടല്ലോ. അപ്പൊ ഇതിനെതിരെ എന്തേ ആരും ഒന്നും വരുന്നില്ല. ഈ ഷൈൻ ടോൺ ചാക്കോയുടെ ഒരു എക്സ്പ്രഷനൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് കസേരയിലൊക്കെ വന്നിരുന്നുകൊണ്ട് പല രീതിയിൽ കാണുന്നല്ലോ. ഈ ഷൈൻ ടോൺ ചാക്ക എന്തോ പിന്നെ പൊട്ടി മുളച്ച് വന്നതാണോ? സ്വന്തം കാലിലല്ലേ നിൽച്ചത്? മോഹൻലാൽ പിന്നെ അങ്ങനെ പല അമ്മായി അമ്മയുടെ ഈ പറയുന്ന പാവാട നൂല് പിടിച്ച് വന്ന വ്യക്തിയാണോ? അല്ല. ഈ പറയുന്ന വളർന്നു വന്നവര് ഇപ്പൊ നമുക്ക് മേലോട്ട് പോകും, അംബാനി അല്ലെങ്കിൽ അദാനി, അതിന് മേലോട്ടോ മാർക്ക് സക്കർബർഗ് അല്ലെങ്കിൽ മറ്റേ ടെസ്ലയുടെ ഓണർ ഇല്ലേ, പുള്ളി എല്ലാവരും സ്വന്തം കാലി വന്നവരാ. ഇവരെ എല്ലാം ട്രോളാനും ആൾക്കാരുണ്ട്. ഇതൊരു ട്രോളാണ്, ഇതൊരു ട്രോൾ വീഡിയോ ആണ്. അത് കാണുന്നവർക്ക് കണ്ട് ചിരിച്ച് ആസ്വദിക്കാം, അത്രേ ഉള്ളൂ. അതിനകത്ത് ചിരിക്കുക, പിന്നെ അത് കളയുക. അതിനകത്തൊരു വ്യക്തിഗത അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ, മോശമായ രീതിയിൽ സംസാരിക്കുന്നു, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യും. ഈ മാതിരി ആയിരിക്കത്തില്ല, വേറെ രീതിയിൽ ചെയ്തേരാം. ഈ പറഞ്ഞ ഫാൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുന്ന ആൾക്കാർക്ക് വരെ ചിരിച്ച് കളയാം. ഇപ്പൊ ഇതിന്റെ താഴെ കാണും ഈ പറഞ്ഞ ഫാമിലി പോലുള്ളതിന്റെ വെട്ടിക്കളിയുടെ ആക്രമണം അല്ലേ? ഉണ്ടാവട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഒരു ട്രോളെന്ന രീതി ആക്സെപ്റ്റ് ചെയ്യണം, ചിരിക്കണം, കളയണം. ആ ഒരു ട്രോളിലൂടെ നിങ്ങൾ ഈ പറയുന്ന ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ആരാധനയോ അല്ലെങ്കിൽ ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം കുറയത്തുമില്ല.